കുട്ടനാട് നമുക്കറിയാം എപ്പോഴും മഴയുടെ ഭീഷണിയുള്ളത്. കോട്ടയത്തൊക്കെ ശക്തമായ മഴയുണ്ട് ഇന്നലെ മുതൽ. ശരണ്യ, നമുക്കറിയാം മലയോര മേഖലകളിലൊക്കെ മഴയുണ്ട്. വെള്ളത്തിന്റെ വരവ് കുട്ടനാടൻ മേഖലയിലേക്കൊക്കെ ഉണ്ട്. നമ്മൾ ഈ വേനൽക്കാലത്തും വേനൽ മഴയുടെ സമയത്തും വളരെ കൃത്യമായി തന്നെ അവിടെ നിന്ന് ശരണ്യയുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. കുട്ടനാട്ടിലെ പല മേഖലകളിലും വെള്ളം കയറിയത്, അപ്പർ കുട്ടനാട് മേഖലയിലടക്കം. അത്തരം കാര്യങ്ങൾ ആവർത്തിക്കുന്നുണ്ടോ? കുട്ടനാട് മേഖല വെള്ളക്കെട്ടിൽ തന്നെയാണോ, പ്രത്യേകിച്ച് എ സി റോഡിലുമൊക്കെ? എ സി റോഡിൽ വെള്ളം കയറിയിട്ടില്ല. മറിച്ച് ഈ ചിലയിടങ്ങളിൽ, അതായത് നമുക്കറിയാമല്ലോ രഞ്ജിത്ത്, പമ്പയാറിന്റെ തീരപ്രദേശങ്ങളൊക്കെ അടങ്ങുന്ന ചെറിയ തലവടി പഞ്ചായത്തിലേക്ക് ചെറിയ വാർഡുകൾ, ചില വാർഡുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ താഴ്ന്ന പ്രദേശങ്ങളാണ്. അവിടെ വെള്ളം കയറിയിട്ടുണ്ട്. ഈ കിഴക്കൻ മേഖലയിൽ വെള്ളം നിർത്താതെ മഴ പെയ്താൽ തീർച്ചയായും അത് കോട്ടയവും പത്തനംതിട്ടയും ഇടുക്കിയും പെയ്യുന്ന മഴ ആലപ്പുഴ വഴിയാണ് ഒഴുകി ആ വെള്ളം പുറത്തേക്ക് അറബിക്കടലിലേക്ക് എത്തുക. അതുകൊണ്ട് തന്നെ ആലപ്പുഴ ജില്ലയെ അത് ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ നിലവിൽ അത്തരം ഒരു കഴിഞ്ഞ 2 ദിവസമായി മഴയുണ്ടെങ്കിലും ഒരു സമയക്രമമുണ്ട് ഒഴുകി വെള്ളം എത്തുന്നതിന്. അത്തരത്തിലൊരു വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളതാണ്. ചില ഉൾപ്രദേശങ്ങളിൽ നേരിയ തോതിൽ എ സി റോഡ്, പിന്നെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സാഹചര്യം നമുക്കറിയാലോ, പുതിയ റോഡിന്റെ നിർമ്മാണമൊക്കെ വന്നതുകൊണ്ട് ഗതാഗത തടസ്സമോ മറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പലയിടങ്ങളിലും എലിവേറ്റഡ് ഹൈവേ ആയി ഉയർത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത്ര വലിയ പ്രതിസന്ധിയില്ല. താഴ്ത്തുകൂടിയുള്ള റോഡുകൾ, ഇപ്പം സഞ്ചരിക്കുന്ന താഴ്ത്തുകൂടിയുള്ള റോഡുകളിലൊന്നും വെള്ളം കയറി എവിടെയും ഗതാഗത തടസ്സമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ അതേസമയം തന്നെ കുട്ടനാടിന്റെ ഈ പ്രത്യേകിച്ച് അപ്പർ കുട്ടനാട് മേഖലകളിലെ തലവടി അടക്കമുള്ള ഇടങ്ങളിലെ പമ്പയാറിന്റെ തീരപ്രദേശങ്ങൾ, താഴ്ന്ന പ്രദേശങ്ങൾ, അതായത് പമ്പയാറിനോട് ചേർന്ന പ്രദേശങ്ങളിൽ നേരിയ തോതിൽ വെള്ളം കയറിയിട്ടുണ്ട്. അല്ലാതെ അത്ര വലിയ പ്രതിസന്ധിയിലേക്ക് കയറിയിട്ടില്ല. ഇപ്പോൾ ജില്ലയിൽ ഏറ്റവും വലിയ ഒരു രൂക്ഷത നിൽക്കുന്നത് കടൽക്ഷോഭത്തിൽ തന്നെയാണ് എന്ന് പറയാം. ഈ പറഞ്ഞ പോലെ പത്തനംതിട്ടയും ഇടുക്കിയും ഉള്ള കോട്ടയം അടക്കമുള്ള മേഖലകളിലെ ജലം അത് ഒഴുകിയെത്തുകയാണെങ്കിൽ അത് സ്വാഭാവികമായും പ്രശ്നമുണ്ടാകും. പരമാവധി തോട്ടപ്പള്ളിയും തണ്ണീർമുഖവും വഴി പുറന്തള്ളാനാണ് ശ്രമിക്കുന്നത്. കഴിഞ്ഞ മഴ സമയത്ത് തന്നെ തോട്ടപ്പള്ളിയുടെ പൊഴി മുറിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുട്ടനാട്ടിലേക്ക് കരകവിയാതെ പരമാവധി ഒഴുക്കി തോട്ടപ്പള്ളി വഴി പുറന്തള്ളാനുള്ള ശ്രമമാണ് നടക്കുന്നത്. എന്തായാലും ആ രീതിയിൽ ഒരു വലിയ ആളുകളെ ഒഴിപ്പിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ജാഗ്രതാ നിർദ്ദേശം നൽകുന്ന രീതിയിലോ ഉള്ള പ്രതിസന്ധികളൊന്നും രൂപപ്പെട്ടില്ല. സ്വാഭാവികമായും താഴ്ന്ന ഇടങ്ങൾ, കൈനഗിരിയിലുമൊക്കെ ചില താഴ്ന്ന ഇടങ്ങളിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതാണ് ആലപ്പുഴ ജില്ലയിലെ സാഹചര്യം. ആലപ്പുഴയിൽ ഒരു മരണം, ഒരു വിദ്യാർത്ഥി മരിച്ചത്, അത് ദാരുണമായ ഒരു സംഭവമായി മാറി. പക്ഷേ ഇന്ന് രാവിലെ ഇപ്പോൾ ശരണ്യ നിൽക്കുന്ന സ്ഥലത്തടക്കം കാര്യമായ മഴയില്ല. ആലപ്പുഴയിൽ ചില മേഖലകളിൽ, മാവേലിക്കര പോലെയുള്ള സ്ഥലങ്ങളിൽ, കായംകുളം പോലെയുള്ള സ്ഥലങ്ങളിൽ ചെറിയ തോതിൽ മഴ പെയ്യുന്നുണ്ട് രാവിലെയും എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ആലപ്പുഴയുടെ മറ്റ് പ്രധാന സ്ഥലങ്ങളിൽ ഇന്നലെ രാത്രിയിലൊക്കെ വലിയ മഴയായിരുന്നു. രാവിലെ അല്പം ഒരു ശമനമുണ്ട് എന്നാണ് ശരണ്യ റിപ്പോർട്ട് ചെയ്യുന്നത്. ശരണ്യയിലേക്ക് വരാം, തുടരുക.